ധാർമ്മികന്റെ പ്രശ്നം അനുസരിച്ച് MLA സ്ഥാനം രാജിവെച്ചാൽ ധാർമ്മികതയുടെ പ്രശ്നം അനുസരിച്ച് MLA സ്ഥാനം തിരിച്ചു കിട്ടുമല്ലോ. കിട്ടുമോ? അത് കിട്ടുമോ? അതെങ്കിലും ഞാൻ ഉറപ്പാണ്. ധാർമ്മികത അടിസ്ഥാനപ്പെടുത്തി രാജിവെക്കാം. ധാർമ്മികത കോടതിയുടെ വിധി വരുമ്പോൾ ധാർമ്മികതയെല്ലാം പറഞ്ഞതല്ല സ്ഥിതി എന്ന് വന്നാൽ അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന MLA സ്ഥാനം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതന്നെയാ പറഞ്ഞു. കിട്ടില്ലല്ലോ. എന്താ ഒരു ആവേശം അല്ലെ? ഗോവിന്ദന്റെ ഒരു ആവേശാണ്. നിങ്ങൾ കണ്ടില്ലേ? ഗോവിന്ദൻ നിലപാട് മാറ്റിയിരിക്കുക. രാഹുൽ മാങ്കൂട്ടം ധാർമ്മികതയൊന്നും മുൻനിർത്തി രാജ്യമൊന്നും വെക്കേണ്ട, കോടതി തീരുമാനിക്കട്ടെ. കോടതിയിൽ എത്തിയിട്ട് കോടതി എന്താ പറയുന്നത് നോക്കുക. എന്നിട്ട് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അന്ന് അയാൾ MLA ആണെങ്കിൽ അന്ന് അയാൾ രാജിവെക്കട്ടെ. അതല്ലാതെ കോടതി പറയുന്നതിന് മുമ്പ് തീരുമാനിക്കൊന്നും വേണ്ട. അങ്ങനെ ഒരു ധാർമ്മികതയില്ല. കാരണം ഗോവിന്ദൻ പറയുന്നതിന് കാരണമുണ്ട്. ഗോവിന്ദൻ പറയുന്നത് ധാർമ്മികത മുൻനിർത്തി MLA സ്ഥാനം രാജിവെച്ചാല് കോടതി കണ്ടെത്തുകയാണ് അയാള് കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞാല് അപ്പോ ഈ ധാർമ്മികത ഇയാൾക്ക് MLA സ്ഥാനം തിരിച്ചു കൊടുക്കുമെന്നാ ഗോവിന്ദൻ ചോദിക്കുന്നത്. ഇത് ഗോവിന്ദൻ രാഹുലിന്റെ കാര്യത്തിൽ പറഞ്ഞതല്ല. ഇത് ഗോവിന്ദൻ മുകേഷിന്റെ കാര്യത്തിൽ പറഞ്ഞതാണ്. പക്ഷേ MLA അത് മുകേഷ് ആണെങ്കിലും MLA അത് രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും MLA എന്നുള്ളതാണ്. അതിന് മുമ്പിലിരിക്കുന്ന പേര് എന്താണ് എന്നുള്ളതല്ല. മനസ്സിലായില്ലേ? അപ്പോ MLA എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സഭയായ നമ്മുടെ നിയമസഭയിലെ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഈ അസംബ്ലിയിലെ മെമ്പർ എന്നുള്ളതാണ് അവിടെ ഡെസിഗ്നേഷൻ. ആ സ്ഥാനമാണ് രാജിവെക്കുന്നത്. ആ MLA സ്ഥാനം രാജിവെക്കാൻ ഇതാണ് ധാർമ്മികത എങ്കിൽ രാഹുലും രാജിവെക്കണ്ട. അതല്ല, രാഹുൽ രാജിവെക്കണമെങ്കിൽ ഇതുപോലെ തന്നെ മുകേഷും രാജിവെക്കണം. ഇനി അതൊന്നല്ല, അവിടെ ഈ പറയുന്ന മുകേഷിന്റെ ഈ പറയുന്ന ഏർപ്പാടുകളൊക്കെ ന്യായീകരിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ രാഹുലിനെ ന്യായീകരിക്കാൻ തന്നെയാണ് തീരുമാനം. ഞാൻ നിങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട് എപ്പോഴൊക്കെ ഈ നിങ്ങൾ എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരെ ആലോചിച്ചിട്ടല്ല, അല്ലെങ്കിൽ അവരെ ഉദ്ദേശിച്ചിട്ടല്ല. ഞാൻ പറയുന്നത് സഖാക്കളോടാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ മാപ്രകളോടാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അത്തരത്തിലുള്ള ധാർമ്മികത രാഹുലിന് മാത്രമായിട്ട് അങ്ങനെ തലയിൽ കെട്ടിവെച്ച് കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല. കോടതി തീരുമാനിക്കട്ടെ. കോടതി കണ്ടെത്തുന്നത് വരെ രാഹുലിനൊപ്പം തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇവിടെയൊക്കെ ഒരുപാടധികം ഈ പൊളിറ്റിക്കൽ സ്റ്റണ്ട്, ഇലക്ഷൻ ഡ്രാമകൾ അത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നില്. കാരണം പീഡിപ്പിച്ചു എന്ന് യുവതി പറയുന്നു. നമ്മൾക്കിവിടെ ഒരുപാടധികം ചോദ്യങ്ങളുണ്ട്. അത് വക്കീൽ ചോദിച്ച ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എന്തേ ഡോക്ടറെ കാണാൻ പോയപ്പോ അന്ന് ഡോക്ടറോട് യുവതി അത്തരത്തിലൊരു കാര്യം പറഞ്ഞില്ല? അത് കഴിഞ്ഞ് ഈ പറയുന്ന കേരളത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കേസുമായി ബന്ധപ്പെട്ട് നിയമിച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഒരു പ്രത്യേക അന്വേഷണ സംഘമുണ്ട്. അവര് പരാതിക്കാരുണ്ടോ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എന്ന് ചോദിച്ച് കേരളത്തിന്റെ തെരുവുകളിൽ മൊത്തം അലഞ്ഞതാ. അവര് ചോദിച്ചപ്പോ എന്നും ഒരു പരാതി ഇല്ലെന്ന് മാത്രമല്ല, അവർക്ക് മുന്നിൽ പോയി ആദ്യം ഒരു മൊഴി കൊടുത്തിട്ട് ആ മൊഴി കൊടുത്തതിന് ശേഷം ഈ യുവതി പറഞ്ഞത് എനിക്ക് പരാതിയില്ല, മീൻസ് നിയമ നടപടിക്ക് ഞാൻ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോ അതൊക്കെ കഴിഞ്ഞ് ഈ ഇലക്ഷൻ സമയത്ത് അത്തരത്തിലൊരു പരാതിക്കാരി ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ പരാതിയുടെ ജെന്യൂനിറ്റിയെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ ഒരിക്കലും പരാതിക്കാരിയെയോ അല്ലെങ്കിൽ അതിജീവിതയെയോ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. ആ പരാതിയുടെ ജെന്യൂനിറ്റി മാത്രമാണ് ചോദ്യം ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ്. ഇവിടെ അതവിടെ നിൽക്കട്ടെ. അത് ഇനിയിപ്പോൾ നാളെ എന്താണെങ്കിലും കോടതി ഈ കാര്യങ്ങൾ പരിഗണിക്കുകയാണ്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ്. കോടതി എന്താണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. അത് കഴിയുന്നത് വരെ നമുക്ക് നാളെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനു മുൻപ് ഈ പറയുന്ന ശിവൻകുട്ടി, അതുപോലെ ഒരുപാട് ആളുകളുണ്ട്, പേരെടുത്ത് പറയാൻ ഒരുപാട് ആളുകളുണ്ട്. ശിവൻകുട്ടി, വീണ ജോർജ്, അങ്ങ് തുടങ്ങി സഖാക്കളായിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ എണ്ണവും ധാർമ്മികത രാഹുലിനെ പഠിപ്പിക്കണ്ട എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറയുന്നതല്ല,
അത് നിങ്ങളുടെ ആശാൻ ഗോവിന്ദൻ പറഞ്ഞതാണ്. ഗോവിന്ദൻ സഖാവ് പറഞ്ഞ ആ മാനദണ്ഡം തന്നെയാണ് രാഹുലിന്റെ കാര്യത്തിലും എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഗോവിന്ദൻ പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഒരു മാനദണ്ഡം ഇല്ല. അത് നിങ്ങളുടെ കാര്യത്തിൽ മാത്രം. അതും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊക്കെ ഇടുമ്പോ ബർമുട, സഖാക്കൾ ഇടുമ്പോ അത്, രാഹുൽ ഇടുമ്പോ അത് വള്ളി ട്രൗസർ എന്നുള്ള ഒരു പ്രതീതി അത് വേണ്ട എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ രാഹുല് രാജിവെക്കണം എന്ന് പറയുന്നവര് ധാർമ്മികത ഇങ്ങനെ വല്ലാതെ അങ്ങ് മുട്ടി നിൽക്കുന്നവരുണ്ടല്ലോ, ഈ സഖാക്കള്, അടിമകള്, അന്തംഗമ്മികള്. ആ അന്തംഗമ്മികളോട് ഒരു കാര്യം ചോദിക്കാനുള്ളത് ഗോവിന്ദൻ ചോദിച്ചത് തന്നെയാ. ഇനി കോടതി കണ്ടെത്തുകയാണ് രാഹുൽ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയ അയാളുടെ MLA സ്ഥാനം നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയോ? ഇല്ലല്ലോ. അപ്പോ ഈ പറയുന്ന ധാർമ്മികത നിങ്ങളൊന്ന് ക്ഷമിക്കി. കോടതി തീരുമാനിക്കട്ടെ. കോടതി തീരുമാനിച്ചിട്ട് രാഹുൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുക. നിങ്ങളുടെ കൂടെ രാഹുൽ രാജിവെക്കണമെന്ന് പറയാൻ, രാഹുൽ ഈ പൊതു രംഗത്ത് വേണ്ടെന്ന് പറയാൻ ഞങ്ങളും ഉണ്ടാവും കൂടെ. മനസ്സിലായില്ലേ? അതിനു മുമ്പ് നിങ്ങൾ ആരും വലിയ ഇളക്കലുകൾ ഇറക്കണ്ട. അപ്പോ ഞങ്ങൾ രാഹുലും പൊതുരംഗത്ത് വേണ്ട എന്ന് ഞങ്ങൾ നിങ്ങളുടെ കൂടെ പറയുമ്പോ അന്ന് നിങ്ങളും പറയണം എന്ത്? പി ശശി വേണ്ട, PK ശശി വേണ്ട, കടകംപള്ളി വേണ്ട, തോമസ് ഐസക് വേണ്ട, മുകേഷ് വേണ്ട, ശ്രീരാമകൃഷ്ണൻ വേണ്ട, AK ശശീന്ദ്രൻ വേണ്ട. അങ്ങനെ ഈ കൂട്ടരൊന്നും രാഹുലിനെ പോലെ എല്ലാവരും മാറി നിൽക്കണം എന്നുള്ളത് കൂടി നിങ്ങൾ പറയണം. അത്ര മാത്രമേ പറയാനുള്ളൂ. മനസ്സിലായില്ലേ? അന്ന് ഈ പറയുന്ന ന്യായീകരണങ്ങളിൽ അന്ന് മാറ്റങ്ങൾ വരരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ സഖാക്കളോട്. മനസ്സിലായില്ലേ? ഈ സഖാക്കളോടാണ് ഇതൊക്കെ പറയുന്നത്. കാരണം നിങ്ങളാണല്ലോ ഈ പറയുന്ന ധാർമ്മികത പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ധാർമ്മികതയുടെ ക്ലാസ് എടുപ്പുമായിട്ട് വരുന്നത്. അപ്പൊ രാഹുൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തുമ്പോ അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് എത്താം. ആ സമയത്ത് എന്ത് ചെയ്യണം? ഈ പറയുന്ന മുകേഷിനും ബാക്കിയുള്ളവർക്കും ഒക്കെ ഇത് ബാധകമാകണം. പത്മകുമാറിനടക്കം ബാധകമാകണം. കാരണം അയ്യന്റെ പൊന്നു കട്ട കള്ളനെതിരെ ഇന്ന് ഈ നിമിഷം വരെ നിങ്ങൾക്ക് ആർക്കും ഒരു നടപടി എടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോ ഈ പറയുന്ന ധാർമ്മികത, ഗോവിന്ദന്റെ ധാർമ്മികതയൊക്കെ ഈ സഖാക്കളായിട്ടുള്ള അടിമകളുടെ കാര്യത്തിൽ മാത്രം പോരാ. ഗോവിന്ദ, ധാർമ്മികത എന്ന് പറയുന്നത് സഖാവാണെങ്കിലും ശരി, കോൺഗ്രസ്സുകാരനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ആ ധാർമ്മികത എല്ലാവർക്കും ഒരുപോലെയാണ്. ധാർമ്മികത ഇനി കോടതി തീരുമാനിച്ചിട്ടാണെങ്കിൽ രാഹുലിനും കോടതി തീരുമാനിച്ചിട്ട്, അതല്ല ധാർമ്മികത അതിന് മുൻപാണെങ്കിൽ രാഹുലിനും അതിന് മുൻപ്. അതല്ലാതെ ഈ പറയുന്ന ശിവൻകുട്ടിയും വീണ ജോർജും ഒക്കെ പഠിപ്പിക്കുന്ന ധാർമ്മികത അതങ്ങെടുത്ത് തലയിൽ വെക്കാൻ ഞങ്ങൾ ആരും തയ്യാറല്ല എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിലും ശിവൻകുട്ടിയുടെ ഒന്നും വാക്കുകൾക്ക് ആരും വില കൽപ്പിക്കുന്നില്ല എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ്. അയാളുടെ വകുപ്പില്, വിദ്യാഭ്യാസ വകുപ്പില് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാത്ത ഒരു വ്യക്തി പിന്നെ എങ്ങനെ മുകേഷിന്റെ കാര്യം ചോദിക്കുമ്പോ എനിക്ക് അറിയില്ലെന്നല്ലേ അയാളെ കൊണ്ട് പറയാൻ സാധിക്കുകയുള്ളൂ? എനിക്കറിയുമെന്ന് പറയാൻ കഴിയോ? കഴിയില്ല. ആ പറയുന്ന കാര്യങ്ങള് അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇനി ജയരാജന്റെ കാര്യം എടുത്തോലോ. ജയരാജ് ചോദിക്കുന്നത് നിങ്ങൾക്കൊന്നും അമ്മയും പെങ്ങന്മാരും കുട്ടികളും മക്കളും ഭാര്യയും ഒന്നും ഇല്ലെന്നാണ് ചോദിക്കുന്നത്. ജയരാജനും ഇതൊന്നും ഇല്ലേന്നാണ് ഞങ്ങളും ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ ജയരാജൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ, ജയരാജൻ ഇപ്പൊ മുഖ്യമന്ത്രിയെ ഒന്ന് കാണാൻ പോവുകയാണ്. മുഖ്യമന്ത്രിയെ കാണാൻ പോയാല് ആദ്യം ജയരാജൻ കാണുന്നത് ആരെയാ? പി ശശിയാണ്. ശശിയെ കണ്ടതിന് ശേഷം മാത്രമേ ജയരാജന് പോലും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ. ആ ജയരാജൻ ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ ജയരാജൻ ഒന്ന് സ്വന്തം അങ്ങനെ ഉണ്ടല്ല. നമ്മൾ എത്രയൊക്കെ വായ കൊണ്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാലും അവസാനം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം ബാക്കിയുണ്ടാവില്ലേ? അങ്ങനെ ഒരു ചോദ്യം ജയരാജന് ബാക്കിയാവുന്നില്ലേ? എന്ത് ജയരാജ, നിങ്ങൾക്കും ഈ ഭാര്യയും മക്കളും അമ്മയും പെങ്ങളും സഹോദരിയും ആരും ഇല്ലേ? എന്തു പറ്റി? കാരണം ശശിയെ കണ്ടിട്ട് വേണമല്ലോ അപ്പുറത്തേക്ക് എത്താൻ. ശശിയാണല്ലോ ആദ്യ വാതിൽ എന്ന് പറയുന്നത് ശശിയാണല്ലോ. ശശി ഡോറ് തുറന്നാൽ മാത്രമല്ലേ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ. ശശിയുടെ കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്പോ ഈ പറയുന്ന ധാർമ്മികത, അന്തസ്, അഭിമാനം, ആത്മാഭിമാനം, ലോജിക്ക് ഒക്കെ, ഇതിൻ്റെയൊക്കെ മൊറാലിറ്റി എന്നൊക്കെ പറയുന്നത് അത് രാഹുലിന് മാത്രമായിട്ട് ഉള്ളതാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത്രയേ ഉള്ളൂ എൻ്റെ ഒരു ചോദ്യം. രാഹുലിന് മാത്രമാണ് ഇതൊക്കെ ബാധകമാകുന്നത്, അയാളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇതേ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഒരു
നമുക്ക് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള എന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള, കേരളത്തിന്റെ പൊതുസമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മറുപടി അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ രാഹുൽ രാജിവെക്കണം എന്ന് പറയുന്നത് എപ്പോഴായിരിക്കണം? മുകേഷിനെ എടുത്ത് പുറത്തിട്ടതിന് ശേഷം, ശശിയെ എടുത്ത് പുറത്തിട്ടതിന് ശേഷം, കടകംപള്ളിയെ എടുത്ത് പുറത്തിട്ടതിന് ശേഷം, തോമസ് ഐസക്കിനെ എടുത്ത് പുറത്തിട്ടതിന് ശേഷം, അങ്ങനെ ഈ പറയുന്ന ആളുകളെയൊക്കെ എടുത്ത് പുറത്തിട്ടതിന് ശേഷം വന്നിട്ട് ഗോവിന്ദ വാർത്താസമ്മേളനം നടത്തിയിട്ട് പറയാണ് രാഹുലും രാജിവെക്കണം എന്ന് പറഞ്ഞാൽ അതിനൊരു മാന്യതയുണ്ട്, ഒരു മര്യാദയുണ്ട്. അതല്ലാതെ ഈ പറയുന്ന വാക്കുകളൊക്കെ ഈ പേപ്പട്ടി കുരക്കും പോലെയുള്ള കുര മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ എന്നുള്ളത് ഗോവിന്ദ സഖാവ് ഒന്ന് മനസ്സിലാക്കുക. ഉറഞ്ഞു തുള്ളാതെ ഗോവിന്ദ സഖാവ് തിരിച്ചു കൊടുക്കുവോ രാഹുലിന് MLA സ്ഥാനം രാജിവെച്ചാല്? എപ്പോ കോടതി പറയാണ് രാഹുൽ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയ ഗോവിന്ദ സഖാവ് തിരിച്ചു കൊടുക്കുവോ? അന്ന് ഈ ധാർമ്മികത ഉണ്ടാവോ ഗോവിന്ദ സഖാവിന്? ഇല്ലല്ലോ. അതിന് ഗോവിന്ദ സഖാവിനെ കൊണ്ട് കഴിയുമോ? അന്ന് കഴിയില്ലല്ലോ. അപ്പൊ പിന്നെ ഇന്ന് ഈ പറയുന്നതൊന്നും അത്രയേ ഉള്ളൂ. പേപ്പട്ടിയുടെ കുര മാത്രമായിട്ട് തെരുവ് പട്ടികൾ കുരച്ച് ഇറച്ചി കഷ്ണത്തിന് പിന്നാലെ ഓടുന്നത് പോലെ രാഹുലിന്റെ പച്ചമാംസത്തിന് പിറകെ ഓടുന്ന തെരുവ് പട്ടികളാണ് നിങ്ങളെന്ന് സഖാക്കളെ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയേണ്ടി വരികയാണ്.